IELTS OET ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാ ഗ്രാമർ ഭാഗങ്ങളും പഠിക്കേണ്ടതായിട്ട് അത്ര അത്യാവശ്യമൊന്നുമില്ല. എങ്കിൽ അവർ അത്യാവശ്യമായിട്ട് പഠിക്കേണ്ട ഒരു ഗ്രാമർ ഭാഗമാണ് ഈ പാസീവ് വോയിസ്, യൂസ് ഓഫ് പാസീവ് വോയിസ്. അപ്പോൾ പാസീവ് വോയിസിൻ്റെ ഉപയോഗം എന്താണ്? പലരും ഇതിൻ്റെ ഫോംസും സ്ട്രക്ചറും ഒക്കെ കാണാതെ പഠിച്ചു വെക്കും. പക്ഷേ അവരൊക്കെ ഇത് എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന് അറിയത്തില്ലാതെ വരുന്നു. സോ അത് കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉദാഹരണമായിട്ട് പറയാൻ, നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ രാവിലെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓഫീസിലുള്ള മറ്റ് സ്റ്റാഫൊക്കെ വന്ന് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഓഫീസിനകത്ത് കയറാതെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്? അപ്പോൾ അവർ നിങ്ങളോട് പറയുകയാണ്, ഓഫീസ് ഈസ് ബീങ് ക്ലീൻഡ്, ഓഫീസ് ക്ലീൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ നിങ്ങളോട്. ആരാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയുന്നില്ല. രാമു ഈസ് ക്ലീനിങ് ദി ഓഫീസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ് ആണ്. ഓഫീസ് ഈസ് ബീങ് ക്ലീൻഡ് എന്ന് പറഞ്ഞ പാസീവ് വോയിസ് ആണ്. അപ്പോൾ രാമു ആണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം അത് ഒരുപക്ഷെ നിങ്ങൾക്ക് രാമുവിനെ അറിയത്തില്ല, അല്ലെങ്കിൽ പറയുന്നവർക്ക് ആരാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ക്ലീനിങ് നടക്കുന്നുണ്ടെന്ന് മാത്രമേ അവർ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ ഓഫീസിൽ എന്തുകൊണ്ട് കയറാത്ത? ഓഫീസ് ഈസ് ബീങ് ക്ലീൻഡ്, ഓഫീസ് ക്ലീൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കാതെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ് പാസീവ് വോയിസ്. ഓഫീസ് ഈസ് ബീങ് ക്ലീൻഡ്. വേറൊരു ഉദാഹരണം പറയുകയാണ്. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡോക്ടർ നിങ്ങളോട് പറയുകയാണ്, 10ാം നമ്പർ റൂമിൽ അഡ്മിറ്റ് ചെയ്ത് രോഗിയെ പോയ അവസ്ഥയൊക്കെ നോക്കിയിട്ട് വരാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രോഗിക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ തിരിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ആരാണ് മരുന്ന് കൊടുക്കുന്നതെന്നൊന്നും ഡോക്ടർ ചോദിച്ചിട്ടില്ല, പേഷ്യൻറ്റിൻ്റെ അവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അവിടെ പോയി ദി പേഷ്യൻറ്റ് ഈസ് ബീങ് മെഡിക്കേറ്റഡ്, പേഷ്യൻറ്റിന് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. അപ്പം ആ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് നേഴ്സുമാരുണ്ട്. എല്ലാവരുടെയും പേര് ഡോക്ടറിന് അറിയണമെന്നില്ല, അല്ല ആരാ കൊടുക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പേഷ്യൻറ്റിൻ്റെ അവസ്ഥ ചോദിച്ചുകൊണ്ട് പേഷ്യൻറ്റിന് എന്ന ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ സംസാരിക്കേണ്ടത്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, രാവിലെ ഒരു ഗസ്റ്റ് വന്നിട്ട് അവർ ഒരു 8:30 ആകുമ്പോൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പം നിങ്ങൾ ഗസ്റ്റിനോട് പറയുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ പറയുകയാണ്. അപ്പം നിങ്ങൾ അടുക്കളയിൽ നിങ്ങളുടെ അമ്മായിമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റിനോട് അമ്മായിമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് പറയാൻ താല്പര്യമില്ല, അതിൻ്റെ ക്രെഡിറ്റ് അമ്മായിമ്മയ്ക്ക് കൊടുക്കണമെന്ന് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അമ്മായിമ്മയെ പൊതുവെ വിളിക്കുന്ന പേര് ഗസ്റ്റിനോട് പറയാൻ കൊള്ളുന്നതായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല ആരാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയാം ബ്രേക്ക്ഫാസ്റ്റ് നടക്കുന്നുണ്ടെന്നറിയാം. അപ്പം നിങ്ങൾ ഗസ്റ്റിനോട് പറയുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ബീങ് പ്രിപ്പയർഡ്. അപ്പം അത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആരാണ് ഉണ്ടാക്കുന്നതിന് പ്രസക്തിയില്ല. ആകാം, ചിലപ്പം നമ്മുടെ ജോലിക്കാരായിരിക്കാം, ചിലപ്പം നമ്മൾ അമ്മായിമ്മയായിരിക്കും, മറ്റാരും ആയിരിക്കാം. ഇങ്ങനൊരു പ്രവൃത്തി നടക്കുന്നുണ്ട് എന്ന് പറയാൻ പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പറയുന്നതാണ് ഈ പാസീവ് വോയിസ്. പാസീവ് വോയിസിൻ്റെ എല്ലാ ഫോമൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.